എന്തൊരു നാറ്റം. കുറെ കേറ്റിയല്ലേ? അങ്ങോട്ട് മാറ്. നിന്റെ ഈ നാറ്റം എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്നെ പിടിക്കുമെങ്കിൽ എന്തായാലും നിനക്ക് എന്റെ നാറ്റം പിടിച്ചാല്? ഇത് കള്ളിന്റെയാ. കുറെ കൂടുന്നുണ്ട് കുടി. എന്താണ് ഈ നാറ്റത്തിന് കുഴപ്പം? സൗകര്യം എനിക്ക്. ഇന്ന് ഈ നാറ്റത്തോടെ ഞാൻ നിന്നെ ഉമ്മ വയ്ക്കാൻ പോവാ. നീ എന്റെ പെണ്ണ. എന്റെ എല്ലാ നാറ്റവും ഇനി നീ സഹിക്കണം. എന്താണ് ഉമ്മ വെച്ചാല്? എന്താണ്? എന്താ നീ പറഞ്ഞ? എന്താ നീ പറഞ്ഞ? അഖിൽ, ഇറങ്ങടാ വെളിയിൽ. Get out. Get out, I said. കൈകളാൽ പൂന്തിങ്കൾ മെല്ലെത്തലോടുമ്പോ വാസനത്തെന്നലായി വാസന്തം വാതിലിൽ മുട്ടുമ്പോ ആരോ മൂളും ഈണം പോലെ എങ്ങോ കാണും സ്വപ്നം പോലെ തേടുവതാരേ നീ മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനി മലർച്ചെണ്ടുകൾ വാടുന്നു എന്നും ഈ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസപ്പക്ഷി. ഇന്ന് ജാനുവരി 10. 6 മാസം തികയുന്ന ജൂലൈ 10 ഈ കൃഷ്ണകുടിയിൽ നിർത്തുന്ന അവസാനത്തെ ട്രെയിനും കടന്നു പോകുന്നത് വരെ ഞാൻ നിന്നെ കാക്കും. എന്നിട്ടും നീ വന്നില്ലെങ്കിൽ അവൾ എനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നെ പറ്റി എന്താ അവൾ അയച്ചത്? ഞാൻ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നോ? എന്റെ പട്ടി നോക്കും. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചെല്ലും. 6 മാസം പോലും. 6 മാസം കെട്ടി എന്നാലെന്താ? ആ കത്തിലെഴുതിയിട്ടുണ്ട്. അവള് നിന്നെക്കാളും കൊള്ളാവുന്ന ഒരുത്തനെ കെട്ടും. പിന്നെ നീ ഇവിടെ ഇരുന്ന് ഞൊട്ടും. എങ്കിൽ കൊല്ലും ഞാൻ അവളെ. അതെ, അതാ നല്ലത്. ആരെയെങ്കിലും ഒരാളെ കൊല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് നിനക്ക്. അത് അവളെ തന്നെ ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന് പോടാ അവിടെ നിന്ന്. കൊല്ലാൻ നടക്കുന്നത്. എടാ, ഒരന്തവും കുന്തവും ഇല്ലാത്ത നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ഇത്രയും നാൾ ഇരുന്നില്ലേ അവള്? അത് തന്നെ ആ കുട്ടിയായിട്ടാ. എടാ, എന്തായാലും അവള് നിന്റെ പെണ്ണ. ഒരു തവണ മാത്രം ഒന്ന് അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്ക്. എന്ന് വെച്ചാ ഞാൻ പോണോന്ന്? അതെ. ഇല്ല, അത് മാത്രം നടക്കില്ല. എന്നാ പിന്നെ നിന്റെ സൗകര്യം പോലെ ചെയ്യും. എടാ, ഞാൻ പറയുന്ന കേൾക്ക്. 6 മാസം സമയമുണ്ടല്ലോ. അവള് കാത്തിരിക്കട്ടെ. നീ അനങ്ങാൻ പോണ്ട. സസ്പെൻസ് അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് അവള് കത്തിലെഴുതിയതുപോലെ 6 മാസം തികയുന്ന അവസാനത്തെ ദിവസം അവസാനത്തെ ട്രെയിൻ കൃഷ്ണകുടിയിൽ നിർത്തുമ്പോ അതിൽ ചെന്ന് ഇറങ്ങി നീ. അല്ലെങ്കിൽ ഈ ഒരു കൊച്ചു തോൽവിക്ക് പകരം അവള് പിന്നെ നിന്റേതല്ലാതാവും. ഡേയ്,
പലപ്പോഴും ഞാനിവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ അമ്മ പറഞ്ഞിട്ടാ. ഇതിപ്പോ എന്റെ കാര്യത്തിന് ആദ്യമായിട്ട് വരിക. ഉപേക്ഷിക്കരുത്. തമാശക്കാണെങ്കിലും പവിയേട്ടൻ പറഞ്ഞ് എന്റെ കാര്യം ദൈവം തീരുമാനിക്കുന്നു. തീരുമാനം അറിയാലോ. വന്ന് വന്ന് അവളെ കിട്ടുക എന്ന് മാത്രമല്ല, അഭിമാനത്തിന്റെയും കൂടെ പ്രശ്നമായിപ്പോയി. എന്തെങ്കിലും മായാവിലാസങ്ങൾ കാട്ടി അവനെ ഈ പ്രദേശത്തേക്ക് വരുത്തിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഓർമ്മപ്പെടുത്തിക്കോളാം. കൃഷ്ണകുടി കൃഷ്ണ. ഹലോ എടിയോ ഞാനാ. അമ്മേ, ദേ ഏട്ടൻ. ഫോൺ അമ്മയ്ക്ക് കൊടുക്ക്. എന്നിട്ടേ നീ പോയി കടലാസം മേനെ എടുത്തോണ്ട് വാ. എന്തിനാ? ആവശ്യമുണ്ട്. ഇതാ. ഹലോ. ആ, പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? വിശേഷങ്ങൾ തന്നെയാണ് ഇനി കുറച്ചു നാളത്തേക്ക്. ഞാൻ പറയുന്നതൊക്കെ ഒന്ന് എഴുതിയെടുത്തോ. എന്നിട്ട് അതൊക്കെ സമയാസമയങ്ങളിൽ ചെയ്തേക്കണം. അവള് കടലാസം മേനെ എടുത്തോടുന്നോ? ആ, ഈ വരുന്ന മലയാള മാസം 1-ാം തീയതി മുതൽ തുടങ്ങിക്കോ. അടുത്ത 6 മാസത്തിനുള്ളിലേ ഞാൻ ഈ പറയുന്ന അമ്പലങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തിയേക്കണം. എന്തിനാടാ? ആവശ്യമുണ്ട്. അവളോട് എഴുതാൻ പറയേ. പഴവങ്ങാടി ഗണപതിക്കും കൊട്ടാരക്കര ഗണപതിക്കും കഴിയാവുന്നിടത്തോളം തേങ്ങ ഉടച്ചോളൂ. വിഘ്നങ്ങൾ എന്തെങ്കിലും കൂടി തീരട്ടെ. വരുന്ന വഴിക്ക് മണ്ണാർശാലിലൊന്ന് ഇറങ്ങി ഒരു 100 പാലും സർപ്പദോഷം ഉണ്ടെങ്കിൽ മാറും. പിന്നെ അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ 3 അയ്യപ്പൻ അമ്പല പുഷ്പാഭിഷേകം കേമ. ചോറ്റാനിക്കരല്ലേ ഒരു ഗുരുതി പുഷ്പാഞ്ജലി. ഗുരുവായൂർ അമ്പലത്തില് എനിക്ക് പകരം ഒരു ശയനപ്രദർശനം നടത്താൻ കുട്ടിമാമയോട് പറഞ്ഞേക്കൂ. ആ, പിന്നെ കാടാമ്പുഴയിൽ ഒരു മുട്ടറക്കല്. തേങ്ങ കൃത്യം 2ആയിട്ട് പൊട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിലേ വിചാരിച്ച കാര്യം നടക്കുന്ന. അവിടുന്ന് നേരെ മൂകാംബിക്ക് വിട്ടോട്ടെ. മടങ്ങി വരുന്ന വഴി പഴനിയിലൊന്ന് ഇറങ്ങി തല മൊട്ടയടിച്ച് കാവടി എടുത്ത് മല കയറാൻ കുട്ടിമാമയോട് പറഞ്ഞേക്കൂ. പഴനിയിൽ മൊട്ടയടിച്ച് കാവടി എടുത്ത് മല കയറണം. വേഗം എഴുത്. ആ, കുട്ടിമാമയ്ക്ക് പണിയായി. ഗുരുവായൂര് ശയന പ്രദർശനം, മൊട്ടയടിച്ച് പഴനിയിൽ കാവടി. പറഞ്ഞതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ചെലവിന് പൈസ ഞാൻ അയക്കുന്നുണ്ട്. പോരാത്ത അമ്മ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്. ഇത് കഴിഞ്ഞ് കുട്ടിമാമയെ ഞാൻ ശരിക്കൊന്ന് ഗവനിക്കുന്നുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും ഇവരെന്താ പെട്ടെന്ന് അങ്ങോട്ട് ഭക്തി മൂത്തതെന്ന്. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത ചില കാര്യങ്ങൾ വരുമ്പോ ദൈവത്തെ കൂട്ടുപിടിക്കാൻ നിവൃത്തിയില്ലോ എന്റെ അമ്മേ. എന്റെ പൊന്നമ്മേ. അവള് പടുത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അവളോട് പറഞ്ഞേക്കേ അവളുടെ ഏട്ടന് വട്ടൊന്നുമില്ലെന്ന്. కృష్ణగుడి ఏంటి రావు గారు బాగున్నారా? బాగున్నాను. నంబర్ చెప్పండి. 6020 PM 16 19. ఓకే, థ్యాంక్ యూ. గుడ్ మార్నింగ్. ഗുഡ് മോർണിംഗ്. അമ്മ കൊറിയറിൽ അയച്ചെന്ന പ്രസാദ ഗുരുവായൂർ അമ്പലത്തിലെ. അമ്മയ്ക്കിപ്പോ നല്ല തിരക്കാ. അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങല്. അഖില വരില്ലെന്ന് തന്നെയാണോ ഇത് വിശ്വസിക്കണേ? ഓരോ ദിവസം കഴിയുന്തോറും അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം.